ഈ പുഴയും കടന്ന് ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഹോസ്പിറ്റലിൽ കാവേരി നിൽക്കുമ്പോഴാണ് വിനീതിൻ്റെ കോള് വരുന്നത്. അപ്പം വിനീതാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെയും വെപ്രാളത്തോടെയും പറയുന്നുണ്ട്, കാവേരി ഞാൻ ATM കയറി പൈസ ചെക്ക് ചെയ്തപ്പോൾ പൈസയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്, 500 രൂപ ബാലൻസേ കാണിക്കുന്നുള്ളൂ, പൈസ എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാവേരി ഒന്ന് ഞെട്ടുന്നുണ്ട്. അതെന്താ വിനീതേട്ടാ, നീ ATM പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അല്ല കാവേരി, ബാക്കിയുള്ളവരെല്ലാം പൈസ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, എന്തോ കുഴപ്പമുണ്ട്. കാവേരി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് വിനീത്. ഞാൻ ഉടനെ തന്നെ എത്താം എന്ന് കാവേരി പറയാണ്. അപ്പോൾ ശാരദ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ട് പോകാനാണ് ഈ ഒരുങ്ങുന്നത്? ദാ വരുന്നമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കാവേരി അവിടെ നിന്ന് പോവുകയാണ്. വിനീതാണെങ്കിൽ ആകെപ്പാട് ടെൻഷനോടെ ATM ഫ്രണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് കാവേരി എത്തുന്നുണ്ട്. എന്താ വിനീതേട്ടാ, എന്താ പ്രശ്നം നോക്കിയാണ്. ഞാൻ കുറേ വട്ടം കയറി നോക്കി, ATM കയറി നോക്കിയപ്പോൾ അക്കൗണ്ടിൽ കാശില്ലെന്നാണ് കാണിക്കുന്നത്, 500 രൂപ ബാലൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, എനിക്കറിയത്തില്ല എന്താന്ന്. അങ്ങനെ ATM വീണ്ടും കാവേരി കയറി നോക്കുവാണ്. അക്കൗണ്ടിൽ പൈസ ഇല്ലെന്ന് തന്നെയാണ് കാവേരിയും വന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും കാവേരി എന്ന് വിനീത് ചോദിക്കുകയാണ്. എന്തായാലും ബാങ്കിലൊന്ന് വിളിച്ചു നോക്കാം, ബാങ്കിലെ നമ്പർ ഉണ്ടോ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. അത് ഗൂഗിളിൽ നിന്ന് എടുക്കാമല്ലോ. അങ്ങനെ കാവേരി ബാങ്കിലേക്ക് വിളിക്കണം. അങ്ങനെ അവിടെയുള്ള ഒരു സ്റ്റാഫ് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പം കാവേരി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അക്കൗണ്ടിൽ കാശ് കാണിക്കുന്നില്ല, ഞങ്ങൾ ബാങ്കിൽ വന്ന് ട്രാൻസ്ഫർ ആക്കിയതാണ് പൈസ, പക്ഷേ അക്കൗണ്ടിൽ കാശ് കാണിക്കുന്നില്ല, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. അപ്പോഴും ആ സ്റ്റാഫ് പറയുന്നത്, അക്കൗണ്ടിൽ കാശ് കാണിക്കുന്നില്ല, അങ്ങനെ വരാൻ ഒരു വഴിയില്ല, ഞങ്ങൾ അവിടെ വന്ന് പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കിയത്, എന്തായാലും അക്കൗണ്ടിൽ കാശ് കാണിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാങ്കിലേക്ക് വരിക, മാനേജറുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം കാവേരി ഉടനെ തന്നെ വരാമെന്ന് ആ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പം വിനീത് ചോദിക്കുന്നുണ്ട്, എന്താ ബാങ്കുകാർ എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവർ അക്കൗണ്ടിൽ കാശ് കാണിക്കുന്നില്ലെന്ന് തന്നെയാണ് അവരും പറയുന്നത്, നമ്മൾ എത്രയും പെട്ടെന്ന് ബാങ്കിൽ ചെല്ലാൻ അവർ പറയുന്നത്, എന്ത് പറ്റി എന്ന് വെപ്രാളത്തോടെ വിനീത് ചോദിക്കുകയാണ്. എന്തായാലും നമ്മൾക്ക് ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം വിനീതേട്ടാ, അവിടെ ചെല്ലുമ്പോൾ കാര്യം അറിയാലോ, നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കാവേരി വിനീതും കൂടെ ബാങ്കിലേക്ക് പോവുകയാണ്. അങ്ങനെ ഭയങ്കര ടെൻഷനിലൂടെയാണ് പോകുന്നത്. ഈ സമയത്ത് ഹോസ്പിറ്റലിലാണെങ്കിൽ കാവേരി എവിടെ പോയി അമ്മയെന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. അതൊന്നും അറിയത്തില്ല, ദാ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് പോയേക്കോ, അവൾ എവിടെ ആണെങ്കിലും ഇങ്ങനെ തന്നെയല്ലേ, ഒരു സമയത്ത് അടങ്ങിയിരിക്കത്തില്ല എന്ന് ശാരദ പറയുകയാണ്. എന്തായാലും നിളമോളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നാൽ മതി എന്ന് ശാരദ ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് കാവേരി നല്ല ടെൻഷനിലൂടെ ബാങ്കിലെത്തുകയാണ്. അപ്പം അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പം സാറിനെ ഇപ്പം വിളിച്ച് ഞാനാണ് സംസാരിച്ചതെന്ന് കാവേരി പറയുന്നുണ്ട്. അപ്പം സ്റ്റാഫ് പറയുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് കാണിക്കുന്നില്ല, എന്തായാലും നമുക്ക് മാനേജറിനോട് ഒന്ന് സംസാരിച്ച് നോക്കാം. അങ്ങനെ കാവേരിയും വിനീതും ആ സ്റ്റാഫും കൂടെ നേരെ മാനേജറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം മാനേജറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സാർ, ഇവരാണെങ്കിൽ കുറച്ച് മുമ്പേ വിളിച്ചിട്ട് അക്കൗണ്ടിൽ കാശില്ല, അവർ ട്രാൻസ്ഫർ ആക്കിയതാണ്, എന്ത് പറ്റിയതെന്ന് അറിയാൻ വയ്യ, ഇപ്പം പൈസ എടുക്കാൻ ATM ചെന്നപ്പം കാശില്ലെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ മാനേജർ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കുന്നുണ്ട്. എല്ലാം നോക്കിയതിന് ശേഷം മാനേജർ പറയുന്നുണ്ട്, കാശ് ഇപ്പം കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം കാവേരിക്ക് നല്ല വിഷമമാകുന്നുണ്ട്. കാവേരി പറയുന്നുണ്ട്, അത്യാവശ്യമായ കാര്യത്തിനായിരുന്നു, അത് ഉടനെ ഞങ്ങൾക്ക് വേണ്ടുന്ന കാശായിരുന്നു, എന്തായാലും കാശ് കിട്ടത്തില്ലെന്ന് മാനേജർ അറിയിക്കുന്നുണ്ട്. അപ്പം ആ കാശ് പോയില്ലേ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മാനേജർ അതേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളക്ക് വേണ്ടി ഓപ്പറേഷന് വേണ്ടി കാശ് കിട്ടത്തില്ലെന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ കാവേരി വിനീതും കൂടെ അങ്ങനെ വിഷമത്തോടെ ബാങ്കിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ രണ്ടുപേരും പുറത്ത് ഒരിടത്ത് നിന്ന് സംസാരിക്കുകയാണ്. അപ്പം വിനീത് ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും കാവേരി, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവരോടൊക്കെ എന്ത് പറയും, നിലയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അഡ്മിറ്റ് ആയതല്ലയോ, അപ്പം ഓപ്പറേഷൻ ഉടനെ നടത്തണമെന്നല്ലേ പറഞ്ഞത്, ഇനി എന്ത് ചെയ്യും കാവേരി എന്നുള്ള സങ്കടത്തിലൂടെ വിനീത് ചോദിക്കുന്നുണ്ട്. അപ്പം കാവേരി പറയാണ്, എനിക്കറിയത്തില്ല വിനീതേട്ടാ എന്ത് ചെയ്യണമെന്ന്, നിളമോളുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, ഇനി എന്ത് ചെയ്യും എന്ന് വിനീത് കാവേരിയോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരോടും കാര്യം പറയണ്ടായോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോവാം എന്ന് വിനീത് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ കാവേരി പറയുന്നുണ്ട്, ഈ കാര്യം ആരോടും പറയണ്ട, ആരും അറിയാൻ വേണ്ട, ഇപ്പം നമ്മൾ ബാങ്കിൽ പോയി ബാങ്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കാര്യം ആരോടും പറയണ്ട വിനീതേട്ടൻ, പിന്നല്ലാതെ എന്ത് ചെയ്യും എന്ന് കാവേരിയോട് വിനീത് ചോദിക്കുകയാണ്. ഓപ്പറേഷൻ നടക്കണം, നിളമോളുടെ ഓപ്പറേഷൻ നടക്കണം, അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉടനെ ചെയ്യണം, ആർക്കും ഒന്നും നഷ്ടം വരുത്തില്ല, മാത്രവുമല്ല നിളമോളുടെ ഓപ്പറേഷൻ നടക്കും, അവളുടെ ട്രീറ്റ്മെൻറ്റ് നടന്നേ പറ്റത്തുള്ളൂ എന്ന് കാവേരി വിനീതിനോട് പറയുന്നുണ്ട്. അപ്പം വിനീത് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കണമെങ്കിൽ കാശിന് എന്ത് ചെയ്യും കാവേരി, അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, എല്ലാം നടക്കും വിനീതേട്ടാ, ഈ കാര്യം ആരും അറിയണ്ട എന്നൊരു ഉറച്ച തീരുമാനമെടുക്കുകയാണ് കാവേരി എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും കാവേരി നിളയുടെ ഓപ്പറേഷൻ നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്, അതിനുവേണ്ടി അവരെ സഹായിക്കാൻ എത്തുന്നത് നരനും കുടുംബവുമായിരിക്കും. എന്തായാലും നിളയുടെ ഓപ്പറേഷൻ നടക്കും. ജയബാലൻ വീണ്ടും ചതിച്ചോ എന്നുള്ള ഒരു സംശയത്തിലാണ് കാവേരി.